ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. സഹപ്രവർത്തകരെ കേസിൽ കുടുങ്ങിയാൽ പോലീസുകാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവർക്കിട്ട് പാലമണിയുന്നതും പോലീസുകാർ തന്നെയാണ്. അത് പോലീസിനെ പറ്റി നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ തലയിൽ മുഴുവൻ പാവഹാരവും കെട്ടിവെച്ച് അയാളെ എല്ലാ രീതിയിലും പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടു പോയ ഒരുപാട് കസ്റ്റഡി കേസുകൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതല്ല, ഇതിനകത്ത് ഞാനിതിലേക്ക് കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ഇപ്പൊ നമ്മളിപ്പോ കസ്റ്റഡി പീഡനത്തിന്റെ സീസണാണ്. ഇതിന് തൊട്ട് മുമ്പ് പിന്നെ മറ്റ് സെക്ഷൽ അബ്യൂസിന്റെ സീസൺ. ഓരോ സീസണിലാണ് ഓരോ കഥ വരുന്നത്. ഇത് കഴിഞ്ഞു അടുത്തതിലോട്ട് പോകുമ്പോൾ ഈ വിഷയം അവസാനിക്കുക. ഈ വിഷയം, അതായത് പോലീസ് സേന കസ്റ്റഡിയിൽ വരുന്നവരെ തല്ലാനും മർദ്ദിക്കാനും അതിന് കാരണമാകുന്ന സാഹചര്യം എന്താണ്, അതിനെ എങ്ങനെ പരിഹരിക്കാം, ഇതിനെപ്പറ്റി എന്തെങ്കിലും സാധ്യതയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റീവ് ചർച്ച നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കുറച്ച് പേരെ അവഹേളിക്കാനും കുറച്ച് പോലീസുകാരെ ചീത്ത വിളിക്കാനും അപ്പുറത്തേക്ക് ഇതെവിടെ കൊണ്ട് തീരാൻ പോവാ. ഇതിന് ഞാൻ കാണുന്ന ഇതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന്, ഈ എങ്ങനെ ഇവര് ഈ പോലീസുകാരെ മർദ്ദിക്കുന്നു. ഞാൻ ഒരു വക്കീൽ എന്ന നിലയിലും ഒരു സാധാരണ മനുഷ്യ നിലയിലും എന്റെ സ്റ്റാൻഡ് ആ വിഷയത്തിൽ, പോലീസ് എന്ന് പറയുന്നത് മർദ്ദന ഉപകരണമല്ല, ഒരാളെ മർദ്ദിക്കാനുള്ളതല്ല. ഒരു ക്രിമിനൽ ആണെങ്കിൽ പോലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാളെ പിടിച്ച് കൊണ്ടുവന്ന് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഒരുക്കി കോടതിക്ക് കൊടുക്കുക. ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ആവാൻ കാരണമാകുന്ന എന്താണ്? ഈ പൊതുസമൂഹം തന്നെയാണ്. ആരും ചർച്ച ചെയ്തില്ലല്ലോ. നമുക്കറിയാം, ഹൈദരാബാദിൽ ഒരു ക്രിമിനൽ കേസിൽ ഒരു പ്രതിയെ പിടിച്ച് പോലീസുകാർ വെടിവെച്ച് വന്നപ്പോ എൻകൗണ്ടർ ചെയ്ത പോലീസുകാരെ സോഷ്യൽ മീഡിയയിൽ ആദരിച്ച സമൂഹമാണ് നമ്മളുടേത്. ഇത് കാണുന്നുണ്ട് പോലീസുകാർ ഇവിടെ. ഇപ്പൊ ഇതേ പറയുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നാളെ ഈ പോലീസുകാരെ എൻകൗണ്ടർ ചെയ്താൽ അവരെ നിങ്ങൾ പൊക്കി പറയും. എൻകൗണ്ടർ നിയമവിരുദ്ധമല്ലേ? എൻകൗണ്ടറിന്റെ ഒരു ഭാഗമല്ലേ ഇതും? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ചു, എന്തായിരുന്നു അയാളുടെ പേരുള്ള കേസ്? എന്താ? മർദ്ദിപ്പിച്ചു എന്നുള്ളതാ. ഇങ്ങനെ ഒരു അത് അയാൾ ഫൈറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഇപ്പൊ അയാളുടെ കൂടെ നിൽക്കുന്നത്? അല്ലെങ്കിൽ പോലീസ് പറയുന്നതല്ലേ മാധ്യമപ്രവർത്തകർ വിശ്വസിക്കുകയുള്ളൂ, ഈ സമൂഹം വിശ്വസിക്കുകയുള്ളൂ? എനിക്കറിയാലോ, എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കും, സാറേ ക്രിമിനൽ കേസ് എന്താ? അവര് പറഞ്ഞു കൊടുക്കുന്ന അതേ സാധനം പിറ്റേ ദിവസം പത്രത്തിൽ, പോലീസ് പറഞ്ഞു കൊടുക്കുന്ന കഥയാ പിറ്റേ ദിവസം പത്രത്തിൽ വരുന്നേ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പോലീസ് എൻകൗണ്ടർ ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സമൂഹ ഒരു ബോധ്യം, ഒരു ബോധവൽക്കരണം ഇവിടെ ഉണ്ടാവണം. ഇവരെ ഹീറോ ആക്കുന്നു. ഒരുത്തനെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഏറ്റുമാനൂർ ഒരു പോലീസുകാരൻ ഒരു ചെറുപ്പക്കാരനെ വന്ന് ചവിട്ടി കൂട്ടി അവന്റെ മൊബൈൽ. ആ പോലീസുകാരന് കൈയടിക്കുന്നവരുണ്ട്. ആ ചെറുപ്പക്കാരൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ശിക്ഷിക്കാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ആ ആൾക്കാരാണ് ഇവരെ ഈ ഇന്ത്യൻ പോലീസുകാരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ഒരു ആംഗിൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകര് എന്ന് പറയുന്നവരെ ഇതിനകത്ത് കൃത്യമായ നടപടി എടുക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഒരിക്കലുമല്ല. കാരണം ഇവിടെ MLA ആയി, MP ആയി, മന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും ഒരു തവണയെങ്കിലും ആഗ്രഹിക്കും ആഭ്യന്തരമന്ത്രിയാവാൻ. പോർട്ട്ഫോളിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ആഭ്യന്തരമന്ത്രി എന്നുള്ള സാധനം. എന്തിനാ ഈ ആഭ്യന്തരമന്ത്രിയാണെന്ന് അറിയോ? പോലീസിന്റെ സല്യൂട്ടിന് വേണ്ടി. പോലീസുകാർ എസ്കോട്ടില്ലെങ്കിൽ മന്ത്രിമാർ പുറത്തിറങ്ങുമോ? ഈ പോലീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരിക്കുന്നവരുടെ മർദ്ദന ഉപകരണമാണ്. പോലീസുകാരെ എതിർത്തുകൊണ്ട് ഇവിടുത്തെ ഒരു മന്ത്രിയും ഒരു MLA നിൽക്കുന്നത്. കാരണം അവരുടെ എല്ലാ ഇടായ്പ പരിപാടികളും ചെയ്യുന്നത് പോലീസിലൂടെയാണ്, പോലീസിങ്ങിലൂടെയാണ്. പോലീസാണ് ഇവരുടെ ഉപകരണം. അവരില്ലാതെ ഒരു മന്ത്രിസഭയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അവരുടെ എല്ലാ നയങ്ങളും പോളിസികളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലീസിലൂടെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇതിനുള്ള മാർഗം ആന്റി ടോർച്ചർ ലോ എന്ന് പറയുന്ന ഒരു നിയമം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആന്റി ടോർച്ചർ ലോ. നമ്മൾ ഇനി ഇവിടുത്തെ ഉള്ള മനുഷ്യാവകാശ കമ്മീഷൻ, ശാന്തീകരിക്കപ്പെട്ട സാധനമാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ. ഒരു തരത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ മറ്റു നിയമം എന്താ? പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ അതോറിറ്റി ഉണ്ട്. അതിന് ചെയർമാൻ പോലും ഇല്ലാതെ വർഷങ്ങളായി. പിന്നുള്ളത് എന്താ? ക്രിമിനൽ കേസ്. അത് ഇപ്പൊ എനിക്ക് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തമായ ഉത്തരവുണ്ട്. ക്രിമിനൽ കേസ് എടുത്തു കഴിഞ്ഞാൽ പോലീസുകാരെ സഹായിക്കാൻ വേണ്ടി അവർ ചാർജ് ഇടുന്നു. പിന്നെന്താ ഉള്ളത്? പിന്നെ നിയമ നടപടിയില്ല. അപ്പൊ ഇതിന് സ്പെഷ്യൽ നിയമം പാർലമെന്റും നിയമസഭയും ഉണ്ടാക്കിയെടുക്കണം. അത് ആന്റി ടോർച്ചർ ലോ. മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. നമുക്കറിയാം, US ഫ്ലോറിഡയിലൊരു അയാളുടെ പേരേക്ക് ഓർക്കുന്ന ഒരു കർത്താർക്കാരനെ പോലീസ് ചവിട്ടിക്കൂട്ടി റോഡിൽ വെച്ച സമയത്ത് അതിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. പിറ്റേ ആഴ്ച അവരുടെ സെനറ്റിൽ ഈ പറയുന്ന നിയമം ഉണ്ടായി. പോലീസുകാരെ ശിക്ഷിക്കുന്ന നിയമം, ആന്റി ടോർച്ചർ ലോ അവർ പാസ്സാക്കി. ഇവിടെ നിയമസഭയിൽ അത് പാസ്സാക്കുമോ? കാരണം എന്താ? ആന്റി ടോർച്ചർ ലോ പാസ്സാക്കിയാൽ, നിയമസഭയിൽ പാസ്സാക്കിയാൽ, കേരള നിയമസഭയിൽ പാർലമെന്റിൽ പാസ്സാക്കിയാൽ പോലീസുകാർ പ്രതികളാകും. ഈ ഉടായ്പ രാഷ്ട്രീയക്കാർക്ക് ഇവരെ വെച്ചുകൊണ്ട് ഉടായ്പ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏറ്റവും ഇതിന്റെ മാർഗം ആന്റി ടോർച്ചർ ലോ പാസ്സാക്കുക. ഇതുവരെ പാസ്സാക്കത്തില്ല. ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതല്ലാതെ ഒരു മാർഗവുമില്ല. കാരണം പോലീസിനെ ഒരു പരിപാടിക്കും ഒരു മന്ത്രിയും ഒരു MLAയും ഒരു രാഷ്ട്രീയക്കാരനും ഉന്നത രാഷ്ട്രീയക്കാരും നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സുജിത്ത് താഴെ കിടന്ന് അടി വാങ്ങിച്ചേ. ഈ സുജിത്തിന്റെ വിഷയം ഇതിന്റെ മേലോട്ടുള്ള നേതാക്കന്മാർക്കൊക്കെ അറിയാം. അവരെന്താ നടപടി എടുക്കാത്തത്? അവരെ സഹായിക്കുന്ന പോലീസിനുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവർ വിളിച്ചു പറയും. സാധാരണക്കാരെ കോരന് കഞ്ഞി കുമ്പിളി തന്നെ ഇപ്പോഴും.
അങ്ങ് പറഞ്ഞതുപോലെ തന്നെയും ഈ പലപ്പോഴും പോലീസുകാർ ഒരു ഉപകരണമാകുകയാണ്. അതത് രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയാണോ ഭരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ട് തന്നെ പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടുന്ന സേവകൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം പലപ്പോഴും പോലീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടി, പൊതുജനത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല നടക്കുന്നത്. ഒരു സാധാരണക്കാരന് ഒരു പരാതിപ്പെടാനോ ഒന്നും പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ്. അതിന് പകരം ജനമൈത്രി കൊണ്ടുവരുന്നു. പക്ഷേ ഇതിന്റെയൊക്കെ പ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വീണ്ടും ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്. അതാ ഇതിന്റെ കാരണം അതാണ്. പോലീസിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും, ജനമൈത്രി എന്ന് പേരിട്ട് വിളിച്ചാലും, ഇനി ഒരു കാര്യം ഇവിടെ പറയാതിരിക്കുന്നില്ല, ഒരുപാട് ചെറുപ്പക്കാർ പോലീസിൽ വിദ്യാസമ്പന്നരായ മനുഷ്യർ വരുന്നുണ്ടതേ. ഒരുപാട് ചെറുപ്പക്കാർ വളരെ സ്മാർട്ടായിട്ടുള്ള, അനാവശ്യമായ ഒരു അട്രോസിറ്റിയും കാണിക്കാതെ നിയമം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുവർത്തിച്ച് ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പോലീസുകാരും ഉണ്ട്. പക്ഷേ ഈ അഴിമതി ചെയ്യുന്ന പോലീസുകാർ ആരാണ്? അവര് വിധേയപ്പെടുകയാണ്. രാഷ്ട്രീയക്കാരന്റെ ഏറാമൂളികളായി വിധേയപ്പെട്ടു പോകുന്നവരാണ്. ഇനി അവര് അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റാൻഡ് എടുത്താൽ അവർക്ക് സസ്പെൻഷനാ, അവർക്ക് മറ്റേത് മറിച്ച്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരു പോലീസ് മാങ്ങ മോട്ടിച്ചപ്പോൾ അവൻ സസ്പെൻഷൻ കൊടുത്തല്ലോ. ഇനി ഒന്നും വേണ്ട, ഒരു മന്ത്രി ഇവിടെ റോഡിൽ കൂടെ നടന്ന് പാസ് ചെയ്ത് പോകുന്നു, ഒരു പോലീസുകാരൻ എക്സ്കോർട്ട് കൊടുക്കാൻ വൈകി കഴിഞ്ഞാൽ അവന് അപ്പൊ സസ്പെൻഷനും മെമ്മോയുവാ. മന്ത്രിക്ക് എക്സ്കോർട്ട് പോകാൻ ടൈമിൽ അവിടെ പോലീസുകാരൻ ഇല്ല എങ്കിൽ ആ സ്പോട്ടിൽ സസ്പെൻഷനാ. പക്ഷെ 2 വർഷമായിട്ട് ഒരുത്തനെ എടുത്തിട്ട് ഇടിച്ചിട്ട് സസ്പെൻഷൻ ഇല്ല. എന്താ കാര്യം? അപ്പൊ ഇവരുടെ ഈ വിധേയത്വമാണ്. അത് ലോകത്തെല്ലായിടത്തും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും പട്ടാളം, പോലീസ് എന്ന് പറയുന്നത് ഭരിക്കുന്നവർക്ക് ഉപകരണമാണ്. കാരണം അവർക്ക് അങ്ങനെയാണല്ലോ അതിന്റെ സിസ്റ്റം. നമുക്ക് വ്യവസ്ഥ കൊണ്ടുപോകണമല്ലോ, ഭരണവർഗത്തിന്റെ സിസ്റ്റം കൊണ്ട്. പക്ഷേ ഇവിടെ ഇവിടെ ഈ അടിമ സമ്പ്രദായം കൂടുന്നത് കൊണ്ട്, രാഷ്ട്രീയ അടിമത്തം കൂടുതലായതുകൊണ്ട് നമുക്കിതിനെ ചലഞ്ച് ചെയ്യാനൊന്നും കഴിയത്തില്ല. അത് നിങ്ങൾ ജുഡീഷ്യറി പോയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. ജുഡീഷ്യറിയിലായാലും ജുഡീഷ്യൽ ഓഫീസേഴ്സിന് എസ്കോർട്ട് പോകുന്നവരാണ് ഇവരൊക്കെ തന്നെയാണ്. ഇപ്പൊ പോലീസ് എന്ന് പറയുന്നത്, പോലീസ് സേന എന്ന് പറയുന്നത് കറപ്റ്റഡ് ആവുന്നു. അതിൽ എന്നാൽ വിദ്യാസമ്പന്നരായ മനുഷ്യരുണ്ട്. ഇത് ആത്യന്തികമായി പരിഹരിക്കണമെങ്കിൽ ഇതിന് കൃത്യമായ നിയമം പാസ്സാക്കി കൊണ്ടുവരണം. നിയമസഭയിൽ നിയമം പാസ്സാക്കി പോലീസുകാർ അട്രോസിറ്റി വന്ന സ്പെഷ്യൽ ലോ അനുസരിച്ച്, നമ്മൾ കുട്ടികളെ ആക്രമിക്കുന്നവർക്ക് സ്പെഷ്യൽ നിയമം നമ്മൾ ഇനാക്ട് ചെയ്തിട്ടില്ലേ? സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യൽ നിയമമില്ലേ? ഡിസേബിൾഡ് ആയ മനുഷ്യർക്ക് വേണ്ടി സ്പെഷ്യൽ നിയമമില്ല എന്ന് പറയുന്ന പോലെ പോലീസ് അട്രോസിറ്റി ബാധിക്കുന്നതിനെ കൈകാര്യം ചെയ്യാൻ ഒരു സ്പെഷ്യൽ നിയമം കൊണ്ടുവന്നാൽ അത് കൊണ്ടുവരത്തില്ലെന്നേ. അത് കൊണ്ടുവന്ന പോലീസുകാർ ഇവർക്ക് ഒത്താശ നിൽക്കത്തില്ല. അവർ സ്റ്റേണായിട്ട് ആക്ഷൻ എടുക്കും, സ്റ്റേണായിട്ട് തീരുമാനം എടുക്കും. രാഷ്ട്രീയക്കാർ പറയുന്നത് കേൾക്കാൻ നിൽക്കത്തില്ല. അതിന്റെ ഭയത്തിലും പേടിയിലുമാണ് അവരെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.